എന്നിട്ട് അള്ളാഹു പറയാണ്, അപ്പൊ ദുനിയാവ് ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞു, ദുനിയാവിന്റെ വസ്തുക്കൾ പറഞ്ഞു. പിന്നെ എന്താ ഇപ്പൊ നിലനിൽക്കുന്ന കാര്യമുള്ളത്? നിലനിൽക്കുന്ന കാര്യമായിട്ട് എന്താണുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തുടർച്ചയായിട്ട് പറയാണ്, വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, നിലനിൽക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നതായ അഥവാ ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ ഒരുപോലെ ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്ന നന്മകൾ ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളാണ് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ, അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ള, നിന്റെ റബ്ബിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നത്. വഖൈറുൻ അമല, നിനക്ക് പ്രതീക്ഷ വെക്കാൻ ഉത്തമമായിട്ടുള്ളത്. പല ആളുകൾക്കും മക്കളുടെ മേലെയും സമ്പത്തിന്റെ മേലെയും പ്രതീക്ഷ വെക്കും. പക്ഷേ അതൊരിക്കലും ചിലപ്പോൾ നമുക്ക് നടന്നോളുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, അയാൾക്കൊരു മക്കളുണ്ടാവുമ്പോ എന്റെ മകൻ ഇവ വലുതായിട്ട് എനിക്ക് ഇങ്ങനെ ആകും, ഇങ്ങനെ ഇതാവും, എന്റെ കച്ചവടം ഈ കച്ചവടം കൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതീക്ഷ വെക്കും. നിങ്ങൾ ആലോചിക്കുക, പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മക്കളുടെ മരണം ഉണ്ടാവുക, പെട്ടെന്നായിരിക്കും ആ കച്ചവടം നശിച്ചു പോവുക, പെട്ടെന്നായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പൊ അവന്റെ ആ പ്രതീക്ഷ എന്തായി? അത് നശിച്ചു പോവാണ്. പക്ഷെ ഏറ്റവും പ്രതീക്ഷ വെക്കാനും ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കാൻ ഉത്തമമായിട്ടുള്ളത് അൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. എന്താണ് അൽ ബാഖിയാത്തുസ് സാലിഹാത്ത്? നിലനിൽക്കുന്ന ഈ നന്മകൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? മുഫസ്സിരീങ്ങൾ പറഞ്ഞ ചില അർത്ഥങ്ങൾ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ സഈദ് ഇബ്നു ജുബൈർ, അതുപോലെയുള്ള സലഫുകൾ മറ്റു പലരും പറഞ്ഞു വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്നുകൊണ്ട് ഉദ്ദേശം അസ്സലവാത്തുൽ ഖംസ്, 5 വഖ്ത് നിസ്കാരമാണ്. 5 വഖ്ത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങളാണ് എന്ന് പറഞ്ഞു. അതുപോലെ അത്താ ഇബ്നു അബി റബാഹ് അതുപോലെയുള്ളവർ മറ്റൊരു റിവായത്തിൽ അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്നുള്ളതിന് പറഞ്ഞു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഈ 4 ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ വമാ ഹിയ, അതെന്താണ്, എന്താണ് അവ എന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹയാണ്, വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ഈ കലിമത്തുകളാണ് ബാഖിയാത്തുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ ഇമാം അഹ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയിൽ നിന്ന് ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബഖിൻ ലിഖംസിൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, മീസാനിൽ ഖനം തൂങ്ങുന്ന 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വൽവലദു സ്വാലിഹു യുതവഫാ ഫയഹ്തസിബുഹു വാലിദുഹു, ഒരു കുട്ടി സാലിഹായിട്ടുള്ള കുട്ടി മരണപ്പെട്ട് ആ പിതാവിനുണ്ടാകുന്ന അവനിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ. വേറെ റിവായത്തിൽ ബഖിൻ ലിഖംസിൻ മൻ ലഖിയല്ലാഹ മുസ്തൈഖിനൻ ബിഹിന്ന ദഖലൽ ജന്ന, 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങളിൽ യഖീനോട് കൂടിയാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞു. ഒന്നാമത്തേത് യുഅ്മിനു ബില്ലാഹ്, അള്ളാഹുവിലെ വിശ്വാസം. രണ്ടാമത്തേത് വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലുള്ള വിശ്വാസം. മൂന്നാമത്തേത് വബിൽ ജന്നതി വന്നാർ, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസം. നാലാമത്തേത് വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പും പുനരുദ്ധാനം, അതിലുള്ള വിശ്വാസം. അഞ്ചാമത്തേത് വബിൽ ഹിസാബ്, വിചാരണയിലുള്ള വിശ്വാസം. അഥവാ വിശ്വാസകാര്യങ്ങൾ ദൃഢപ്പെടുത്തുന്നത് വഴി അവനുണ്ടാകുമെന്ന് പറഞ്ഞതും ഈ ഹദീസിന്റെ വേറെ റിവായത്തിലായിട്ട് കാണാം. അലി ഇബ്നു അബീ ത്വൽഹ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നുള്ള റിവായത്തിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്നുള്ളതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹിയ ദിക്റുല്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റാണ്. ഏതെല്ലാം കാര്യങ്ങളാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വതബാറകല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വഅസ്തഗ്ഫിറുല്ലാഹ് വസല്ലല്ലാഹു അലാ റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂലിന്റെ മേലെ സ്വലാത്ത് ചൊല്ലൽ, വസ്സിയാം നോമ്പ്, വസ്സലാത്ത് നിസ്കാരം, വൽ ഹജ്ജ് വസ്സദഖത്തു ദാനധർമ്മങ്ങൾ, വൽ ഇത്ഖ് അടിമമോചനം, വൽ ജിഹാദ് വസ്സിലത്തു കുടുംബബന്ധം ചേർക്കൽ, വജമീഉ അഅമാലിൽ ഹസനാത്ത് എല്ലാവിധ സൽക്കർമ്മങ്ങളും. വഹുന്നൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു അല്ലതി തബ്ഖാ ലിഅഹ്ലിഹാ ഫിൽ ജന്നതി മാ ദാമത്തിസ് സമാവാതു വൽ അർദ്, അത് നിലനിൽക്കുന്ന ആകാശഭൂമികൾ
നിലനിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ പിന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന പിന്നെ സാലിഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. അപ്പോ സഹോദരങ്ങളെ, ഇതിലെല്ലാം അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് എന്നുള്ളതിന് മുഫസ്സിരീങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 4 ദിക്റുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതാണ് ബാഖിയാത്തുസ് സാലിഹാത്ത് എന്നുള്ളതിൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. ഇവിടെ നോക്കൂ, ഈ 4 കലിമത്തിന്റെ ഫദ്ലുകൾ ഹദീസുകളിൽ ധാരാളം വന്നിട്ടുണ്ട്. അതിൽ ചില ഹദീസുകൾ വായിക്കാം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, ലഅൻ അഖൂൽ, ഞാൻ പറയലാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധനാണ്, അഥവാ അല്ലാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ്. അള്ളാഹു പരിശുദ്ധനാണ്, അഥവാ അള്ളാഹുവിന് ഒരു ന്യൂനതയുമില്ല, ഒരു ന്യൂനതയുമില്ലാതെ ന്യൂനതകളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ്. വൽഹംദുലില്ലാഹ്, എല്ലാവിധ സ്തുതിയും സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് അർഹമായിട്ടുള്ളത്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അത് അളമത്ത് കൊണ്ടും ദാത്ത് കൊണ്ടും സിഫത്ത് കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹുവാണ് വലിയവൻ. ഈ 4 കലിമത്തുകൾ നമ്മളിപ്പോ വിശദീകരിക്കുന്നില്ല. അത് വിശദീകരിച്ചാൽ അതിനായിട്ട് നമ്മളൊരു ദർസ് എടുക്കേണ്ടി വരും. അത്രയും ശ്രേഷ്ഠതയുള്ള കലിമത്തുകളാണ്. അതിന്റെ ആശയം ചെറുതായി പറഞ്ഞത് മാത്രം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് പറയലാണ് അഹബ്ബു ഇലയ്യ മിമ്മാ ത്വലഅത് അലൈഹി ശംസ്, ഈ സൂര്യൻ ഉദിച്ച എന്തെല്ലാം കാര്യങ്ങൾ, അഥവാ ഈ ദുനിയാവിലുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വളരെ വില പിടിച്ച മഹത്തായിട്ടുള്ള വാക്കുകളാണ്. മറ്റൊരു ഹദീസിൽ ജാമി തിർമിദി കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മറർതും ബിരിയാദിൽ ജന്ന ഫർതഉ, നിങ്ങൾ സ്വർഗത്തിന്റെ ഏതെങ്കിലും പൂന്തോപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സഞ്ചരിക്കുക, അതിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു. ഖുൽതു, അപ്പോ പിന്നെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റിയാദുൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് റിയാദുൽ ജന്ന? ഖാല അൽ മസാജിദ്, മസ്ജിദുകളാണെന്ന് പറഞ്ഞു. ഖുൽതു വമർ റത്ഉ യാ റസൂലല്ലാഹ്, എന്താണ് അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഇതാണ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു ദിക്റുകളിൽ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പറഞ്ഞു, ഇന്നി ലാ അസ്തതിഉ അൻ ആഖുദ ശൈഅൻ മിനൽ ഖുർആൻ, ഇനി ഖുർആനിൽ നിന്നൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. ഹിഫ്ളായിരിക്കാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഹിഫ്ളാക്കാൻ പറ്റുന്നില്ല എന്ന നിലക്ക് സാധിക്കുന്നില്ല എന്ന നിലക്ക് പറഞ്ഞു. ഫഅല്ലിംനി ശൈഅൻ യുജ്സിഉനി മിനൽ ഖുർആൻ, അപ്പൊ ആ ഖുർആനിനോട് എനിക്ക് സാധിക്കുന്നില്ല, അപ്പൊ അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് നീ പറയാൻ പറഞ്ഞു. അത് പിന്നെ ഖുർആന് ശേഷം അഫ്ളലായിട്ടുള്ള കലിമത്തുകളായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കേട്ടുപരിച്ച ധാരാളം ഹദീസുകൾ, സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇതിന്റെ ഫദ്ല് നമുക്കറിയാം. അത് സുബ്ഹാനല്ലാഹിൽ അളീം, അതിന്റെ ഫദ്ലുകളുണ്ട്. അതുപോലെ നരകത്തിൽ നിന്നുള്ള പരിചയ സ്വീകരിക്കാൻ പറഞ്ഞിട്ട് ഈ ദിക്റുകൾ ചെല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഈ ദിക്റുകളുമായി ബന്ധപ്പെട്ട് ധാരാളം ഫദ്ലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് അൽ ബാഖിയാത്തുസ് സാലിഹാത്ത്, അഥവാ നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും ദുനിയാവിന്റെ മറ്റെന്തിനേക്കാളും നമുക്ക് ഉപകരിക്കുന്ന, നിലനിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ ദിക്റുകളായിരിക്കും, അല്ലെങ്കിൽ ആ ദിക്റുകളാണ് നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മുടെ നാവിനെ ഇതുപോലെയുള്ള ദിക്റുകൾ കൊണ്ട് നമ്മുടെ ഖൽബിന് അതിന്റെ ആശയത്തെ ചിന്തിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. മറ്റൊരു ഹദീസ് നോക്കൂ, ഈ കലിമത്തുകൾ ചിന്തിക്കേണ്ടത് സമയം പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ തആറ മിനൽ ലൈൽ, ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് ഒന്നായിട്ട് എഴുന്നേൽക്കുക, ഉറക്കം വന്നിട്ട് ഉറക്കത്തിൽ അവനെന്ന് എഴുന്നേൽക്കുക,
ഫഖാല, ആ സമയം അവൻ പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതൊരു ഇലാഹില്ല, വഹ്ദഹു അവൻ ഏകനാണ്, ലാ ശരീക ലഹ് അവനൊരു പങ്കുകാരുമില്ല, ലഹുൽ മുൽക് അവനാണ് എല്ലാ അധികാരവും, വലഹുൽ ഹംദ് അവനാണ് എല്ലാ സ്തുതിയും, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ, വൽഹംദുലില്ലാഹ് എന്ന് പറയാൻ, വലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ, വല്ലാഹു അക്ബർ എന്ന് പറയാൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നവൻ പറയാൻ. കിടക്കുകയാണ്, ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോ അവൻ ആ കിടന്ന കിടപ്പിൽ തന്നെ അത് പറയാൻ. എന്നിട്ട് ثم قال رب اغفر لي അവൻ പറയാണ്, റബ്ബേ എനിക്ക് പുറത്തു തരണേ. ഔ ഖാല ثم دعا استجيب له അല്ലെങ്കിൽ ഇത് പറഞ്ഞതിന് ശേഷം അവൻ ദുആ ചെയ്താൽ അതിന് ഉത്തരം ചെയ്യപ്പെടും. فإن عزم فتوضأ ثم صلى قبلت صلاته അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൻ വുളു എടുത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്നതാണ്. ഉറക്കത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അവന് ആദ്യം വരുന്ന ചിന്തകൾ ഉണ്ടല്ലോ, അവന്റെ ഉള്ളിൽ ഏറ്റവും നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരാളുടെ ഉള്ളിൽ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന, അവൻ ഏറ്റവും താല്പര്യപ്പെടുന്ന കാര്യങ്ങളാണ് അവൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചിന്തിക്കുകയാണ്. കാരണം ഉറങ്ങാന്ന് പറഞ്ഞാല് ബാക്കിയുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് അവൻ ആ തിരക്കുകളൊക്കെ മാറ്റി അവൻ വിശ്രമത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവന്റെ ഉള്ളിൽ അവൻ ഏറ്റവും ഓർമ്മ വരുന്ന കാര്യമാണ് അവൻ ഏറ്റവും ഇഷ്ടം ഉണ്ടാവുന്നത്. അത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി. ചില ആളുകൾക്ക് കച്ചവടമായിരിക്കും, ചില ആളുകൾക്ക് മക്കളുടെ കാര്യമായിരിക്കും, ചില ആൾക്ക് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും, ചില ആൾക്ക് അള്ളാഹുവും പരലോകവുമായിരിക്കും, അതുപോലുള്ള കാര്യം. അതാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുക. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റൂഹ് തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ഓർമ്മ വരുന്ന കാര്യം, ആദ്യം ഓർമ്മ വരുന്ന കാര്യം, നമ്മുടെ മനസ്സിൽ തിങ്ങുന്ന ആ കാര്യം, അതായിരിക്കും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നാണ്. കാരണം ആ കാര്യങ്ങളാണ് ഓർമ്മ വരിക. അത് അള്ളാഹുവിനെയാണോ അതോ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ നമ്മൾ സ്വയം നോക്കുക. ആ ഒരു സമയത്ത് ഈ മഹത്തായ ദിക്റുകൾ ചൊല്ലിയിട്ട് അവൻ ഇസ്തിഗ്ഫാർ തേടുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ അത് ഉത്തരം ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അല്ലെങ്കിൽ നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടും. ഇങ്ങനെ തുടങ്ങി ഹദീസുകളിൽ ചില പണ്ഡിതന്മാർ കിതാബുകൾ ഈ 4 കലിമത്തുകളുടെ ഫദ്ലുകൾ പറഞ്ഞുകൊണ്ട് മാത്രം റിസാലകൾ എഴുതിയത് കണ്ടിട്ടുണ്ട്. കാരണം അത്രയും മഹത്തരമായിട്ടുള്ള കലിമത്തുകളാണ് ഈ 4 എണ്ണം. ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചത് എന്താണ്? നിങ്ങളുടെ സമ്പത്ത് സന്താനങ്ങളൊക്കെ പറഞ്ഞ ദുനിയാവിന്റെ ഒരു അലങ്കാരമാണ്, അതിവിടെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലുണ്ടാവുക. എന്നാൽ അൽ ബാഖിയാത്തുസ് സാലിഹാത്ത് നിലനിൽക്കുന്ന, ആ പരലോകത്തേക്കും പ്രതിഫലമായിട്ട് നിലനിൽക്കുന്ന, അവിടെയും ഉപകരിക്കുന്ന നിലനിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ സൽക്കർമ്മങ്ങളായിട്ട് എന്തു പറഞ്ഞു? ആ പ്രതീക്ഷ വെക്കാൻ യോഗ്യമായിട്ടുള്ളത് ഈ ദിക്റുകളാണ് എന്ന് തഫ്സീറുകളിൽ ഉലമാക്കൾ വിശദീകരിച്ച് കാണാം. സ്വർഗത്തിൽ ദിക്റുകൾ ഉണ്ടാവുമോ? സ്വർഗത്തിൽ ദിക്റുകൾ ഉണ്ടാവുമോ? ഉണ്ടാകുമെന്നാണ്. ഏതുപോലെ ഹദീസിൽ കാണാം, നമ്മുടെ സ്വർഗത്തിലെ ശ്വാസോച്ഛ്വാസം, അത് അൻഫാസുകൾ, അത് ഈ ദിക്റുകളായിരിക്കും എന്ന് പറഞ്ഞത് കാണാം. അതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ ചെല്ലുന്ന ഓരോ ദിക്റും സുബ്ഹാനല്ലാഹും അതുപോലെ ഓരോന്നും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഓരോ ദിക്റുകളും നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ഓരോ ചെടികളും അതുപോലെ ഓരോ വൃക്ഷങ്ങളും നമുക്ക് നട്ടുപിടിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഒരു നിമിഷം ഇവിടെ വെറുതെ നഷ്ടം, ഒരു ഉപകാരമില്ല നമ്മൾ പാഴാക്കി കളയാൻ. ആ ഒരു നിമിഷത്തിൽ ഒരു സുബ്ഹാനല്ലാഹയോ ഒരു അൽഹംദുലില്ലാഹയോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയോ ഒരു അല്ലാഹു അക്ബറോ ഒരു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്നത് അതിമഹത്തായിട്ടുള്ള പ്രതിഫലമാണ്.